സർ, പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കൊലപാതക കേസുകൾ അന്വേഷിക്കാനുള്ള സാധന സാമഗ്രികൾ ഞങ്ങൾക്ക് ഈ സ്റ്റേഷനില്ല സർ. കഴിവില്ല. അതൊന്നും ഇല്ലാത്തതല്ല പ്രശ്നം. പലയിടത്ത് ഇതിനേക്കാൾ സൗകര്യം കുറഞ്ഞ പോലീസ് സ്റ്റേഷനുകളുണ്ട്. അവിടെയൊന്നും ഈ പ്രശ്നമില്ലല്ലോ. ആ, എന്തൊക്കെയുണ്ട് ചേട്ടാ? നല്ലത്. നമ്മുടെ രഘുവേട്ട ചായക്കടയില്ലേ, നന്നായിരിക്കും. സാറും ഒന്ന് എടുത്ത് കഴിച്ചു. സർ, ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? എടോ, എനിക്ക് താൻ എക്സ്പ്ലനേഷൻ ഒന്നും തരണ്ട. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നുണ്ട്. അവർ ഈ കേസ് ടേക്ക് ഓവർ ചെയ്യും. സർ, സാറിന് എൻ്റെ കഴിവിൽ വിശ്വാസമല്ലേ സർ? ഇല്ല, ഇല്ല. താൻ അവർക്ക് വേണ്ട ലോക്കൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സർ, ഈ അന്വേഷണത്തിന് വരുന്ന ആരാണ് സർ? നിനക്ക് വല്ലതും ആയോ? എന്തോ അടിച്ച്. എനിക്ക് പ്രിയപ്പെട്ട നാട്ടുകാരെ, ചേലേട്ടൻ വന്നില്ലേ? അവനിപ്പോഴും ആ ബാത്തുമേലാടിന്റെ പുറകെ. പട്ടണത്തിൽ നിന്നും ശംഭു സാറും ടീമും നമ്മുടെ നാട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, എന്താവശ്യം ഉണ്ടെങ്കിലും ഇനി നമ്മൾ ശംഭു സാറിനെ പോയി കണ്ടാൽ മതിയാകും. 2 വാക്ക് സംസാരിക്കാനായി ശംഭു സാറിനെ ക്ഷണിച്ചോളൂ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പ്ലാച്ചിക്കാവിൽ ആദ്യമായിട്ടാണ് കൊലപാതകങ്ങൾ നടക്കുന്നത്. കുഞ്ചാക്കോ, അതും ഇരട്ട കൊലപാതകങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലെ പേടി എനിക്ക് മനസ്സിലാവും. രാത്രി ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്നവരെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി കൊല്ലുന്ന ഒരാൾ. പണ്ട് 1957 അമേരിക്കയിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. അന്ന് അവിടുത്തെ ആളുകൾ ആ കൊലയാളിക്ക് ഒരു പേരിട്ടു, ദ ബൂഗി മാൻ. ഇപ്പോൾ ഇവിടെ ഉള്ളതും അതുപോലൊരു ബൂഗി മാനാണ്. ബൂഗി മാൻ എന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് പിള്ളേരെ പേടിപ്പിക്കാൻ ഒരു കഥ പറയില്ലേ, ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ പിടിച്ചോണ്ടാൻ വരുന്ന ഒരു കോക്കാച്ചിയുടെ കഥ. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഇറങ്ങിയിരുന്ന ഒരു കൊലയാളിയെ വിളിച്ചിരുന്ന പേരാണ് ബൂഗിമാൻ. അന്ന് അമേരിക്കയിൽ അവർക്ക് ആ ബൂഗിമാനെ പിടിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെയുള്ള ഈ ബൂഗിമാനെ പിടികൂടിയിട്ടേ ഞങ്ങൾ മടങ്ങും. അങ്ങനെ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാനൊരു പുതിയ ആളാണ്. എങ്കിലും മുൻപ് ഒരുപാട് തവണ ഞാൻ ഈ ഗ്രാമത്തിൽ വന്നിട്ടുണ്ട്. അധികം സമയമൊന്നും ഇവിടെ ചെലവഴിച്ചിട്ടില്ലെങ്കിലും ഈ ഗ്രാമം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു, ഇവിടുത്തെ നാട്ടുകാരെയും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച് മേടിച്ച കേസാണിത്. ഇന്നു മുതൽ നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ഉറങ്ങാം. ഞാനും എൻ്റെ ടീമും കുറച്ച് നാളിവിടെ ഉണ്ടാവും. ഇതെൻ്റെ വാക്കാണ്. സാർ, ഈ പോലീസ് ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് സൗകര്യമൊന്നുമില്ല. ഒരു ചെറിയ മുറി മാത്രമാണ്. സാറിൻ്റെ ടീം മെമ്പേഴ്സിന് കറക്റ്റ് ആയിരിക്കും സാർ. പിന്നെ ഗോപി സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ സാറിന് ഒരു വീട് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കവിടെ ചെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് സ്റ്റേഷനിൽ പോവാം. അല്ലേ സാർ? നമുക്ക് സമയമില്ല വാഴാക്കാൻ. നേരെ സ്റ്റേഷനിലേക്ക് പോവാം. സാർ, 1965 മുതൽ കേരളത്തിലെ മാതൃകാ പോലീസ് സ്റ്റേഷനുകളിൽ ഞങ്ങളാണ് സാർ ഒന്നാമത്. ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ കൊലപാതകം നടത്തിയത് അന്തിക്കുരുടനാണെന്നാണ് സാർ ഞങ്ങൾ കരുതിയത്. പക്ഷെ രണ്ടാമത്തെ കൊലപാതകം നടന്നപ്പോൾ മനസ്സിലായത് അന്തിക്കുരുടനല്ല എന്ന്. അന്തിക്കുരുടനെങ്ങനെ മനസ്സിലായി സാർ? അന്തിക്കുരുടനല്ലാതെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ പോട്ടെ, കുഴപ്പമില്ല. ഞങ്ങളിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം കൊലയാളിയെ. അന്തിക്കുരുടൻ എപ്പോഴും സസ്പെക്റ്റാണ്. ഇൻഫാക്ട് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും. സച്ചിൻ, ആ കേസ് ഫയൽ ഒന്ന് വരൂ, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കട്ടെ. സാർ. അവരെ സച്ചിൻ, ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്കുള്ള എല്ലാ വഴികളും നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം. ആരൊക്കെ വരുന്നു പോകുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുന്നവരെയാണ് കില്ലർ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തൽക്കാലം 6:30 കടകളും സ്ഥാപനങ്ങളൊക്കെ അടച്ച് 7:30 എല്ലാവരും വീട്ടിൽ കയറണം. അതിനുശേഷം ആരും ഒരു സ്ഥലത്തും ഒരു സമയത്തും ഒറ്റപ്പെട്ടു പോകരുത്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്തതിന് ശേഷം മാത്രം പുറത്തേക്ക് ഇറങ്ങുക. ഇക്കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നാട്ടുകാരെ അറിയിക്കണം. ഇന്നത്തെ പ്രധാന വാർത്ത, പ്ലാച്ചിക്കാവ് ഇരട്ടക്കൊലക്കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. ചേട്ടാ, പുതിയ ഓഫീസർ വന്നിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് പോയുള്ളൂ. എന്നാ 2:30 വന്ന പാടെ നാട്ടുകാരെ മൊത്തം അയാളുടെ കയ്യിലെടുത്തില്ല. എനിക്ക് വന്ന പുള്ളി കേസും തെളിയിക്കുന്ന. ആദ്യം തെളിയിക്കട്ടെ. ഉജ്ജല,
അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട മോനെ. ഇയാടിത് എവിടെ ഇവിടെ ഈ അന്തിക്കുരുടന്റെ ലോക്കൽ മോഷണം അന്വേഷിക്കലാണ് വെണ്ടി സച്ചിന്റെയൊക്കെ പണി. പറയുന്ന ആള് കളക്ടറാണ്. കേസ് അന്വേഷിക്കാനേ ഇപ്പൊ വേറെ ആമ്പിള്ളേരും ഒന്നും ഇവിടെ. നിന്റെയൊക്കെ വേഷം കെട്ടുകാരനെ ആ അശോകന് പുറകെ നമ്മുടെ ദിവാരേട്ടനും പോയി. ഇനിയിപ്പോ അടുത്ത് ആരാണോ അവൻ്റെ കേട്ടാ? അടുത്തത് നീ ചത്തു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവും. ഓ ഡാഡാ, എന്നെ ആരെയും കൊല്ലാൻ വന്നാലേ നേരിട്ട് എനിക്കറിയാം. അതാണ് നിന്നെപ്പോലെ രാത്രി പേടിച്ച് പുറത്തിറങ്ങാണ്ടിരിക്കല്ല, മനസ്സിലായ? എടാ ചാണ്ടി, നീ അവിടെ ഇരിക്കും. എന്ത്? ഏതായാലും നീ പറഞ്ഞത് ശരിയായില്ല. എന്ത്? ഒന്നുമില്ലെങ്കിലും നിന്റെ കാണാതായ കിണ്ടി ഉജ്ജലനല്ലേ കണ്ടുപിടിച്ചു തന്നത്. ഓ, അതിന്റെ നന്ദി ഒന്നും ഇവനില്ല രഘുവേട്ട. എന്ത് നീ? എടാ, നിനക്ക് ഈ കിണ്ടിയും കുടവും കോളാമ്പിയൊക്കെ എടുക്കാനേ പറ്റുള്ളൂ. ഇതേ കേസ് കൊലപാതക. അതിന് പണി അറിയുന്നവർ വേണം. ദൈവം സഹിച്ച് അങ്ങനത്തെ ഒരാളെത്തിയിട്ടുണ്ട്. ഉജ്ജ്വലേട്ടാ, ഇതിന് കാശ് കൊടുത്തിട്ട് പോ. ഇനിയിപ്പോടെ പല പേടിത്തൊണ്ടന്മാരുടെ ചീട്ടൊക്കെ അങ്ങ് കീറും. ഒരു സുഖം. ഈ വീട്ടിൽ എന്ത് വെച്ചാലും കാണത്തില്ലല്ലോ എന്റെ ദൈവമേ. എന്റെ പൊന്നു ലീല, നീ സമാധാനം തപ്പ്, കിട്ടും. എത്ര നേരാന്ന് വെച്ചിട്ടാ ഈ കിടന്ന് തപ്പുന്നത്? ഞാൻ ഒരിടത്ത് വെക്കും, അച്ഛനും മോനും വേറെ എവിടെയെങ്കിലും എടുത്തോണ്ട് വെക്കും. ഉഫ്. വീട്ടിലെ കാര്യം. അച്ഛാ, എന്തായി നോക്കണേ? അമ്മായിയുടെ വീട്ടിലെ താക്കോല്. അമ്മായിയുടെ വീടിന്റെ താക്കോല്. അമ്മായി വരുന്നുണ്ടോ? ഇല്ല. ഒരു പുതിയ പോലീസുകാരൻ വന്നില്ലേ, അയാൾ ഇനി മുതൽ അമ്മായിയുടെ വീട്ടിലാ താമസിക്കാൻ പോണേ. ആ, അപ്പൊ സച്ചിൻ നിന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നോ? ഇല്ല. ഇല്ലേ? ദേ അയാൾ വന്നെന്ന് തോന്നുന്നു. നീ ആ താക്കോലിങ്ങ. അമ്മേ, അമ്മ ജോലി കഴിഞ്ഞ ക്ഷീണിച്ചു വന്നല്ലേ, കുറച്ച് റെസ്റ്റ് എടുക്ക്, ഞാൻ പോയി കൊടുത്തോളാം. ടേക്ക് കെയർ. അമ്മയുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കി തുടങ്ങിയെന്ന് തോന്നുന്നു. മഞ്ഞക്കാർ. എന്തേ? ഒന്നുമില്ല. ലീലച്ചയുടെ മോനാണോ? അല്ല, ലീല എൻ്റെ അമ്മയാ. ആകെ പൊടിയടിച്ചിരിക്കുകയാണല്ലോ. ഈ നാട്ടിൽ അടച്ചിട്ട വീടുകളിൽ പൊടി ഉണ്ടാവാറുണ്ട്. പൊടി പൊടി എത്ര പ്രശ്നമാണെങ്കിൽ പൊടിയില്ലാത്ത വീട് വാങ്ങിക്കോ. എന്താ? ഒന്നുമില്ല. തൻ്റെ പേരെന്താ? ഉജ്ജ്വലൻ. ഉജ്ജ്വലൻ നാരായണൻകുട്ടി. ഞാൻ ശംഭു മഹാദേവ്. എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ ഇരട്ട കൊലപാതകങ്ങൾ അന്വേഷിക്കുന്ന ഓഫീസ്. അറിഞ്ഞായിരുന്നു. സാധാരണ ഈ നാട്ടിൽ എന്ത് കേസ് ഉണ്ടായാലും പോലീസുകാരും നാട്ടുകാർ എന്നെയാ വിളിക്കാറ്. അതെന്താ? താനാണോ അവിടുത്തെ പ്രധാന പ്രതി? നൈസ് ജോക്ക്. ഇനി എന്തായാലും അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ മിസ്റ്റർ ശംഭു, ആക്ച്വലി പോലീസിൽ കയറാൻ എനിക്കും ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നതാണ് വീട്ടിൽ നിന്നൊക്കെ. പക്ഷെ എനിക്കെന്തോ ഇവിടുത്തെ നീതി വ്യവസ്ഥയിൽ ഒരു വിശ്വാസമില്ല. ഈ ഫ്രിഡ്ജ് വർക്ക് ചെയ്യില്ലേ? എന്താ? ഫ്രിഡ്ജ് വർക്ക് ചെയ്യില്ലെന്ന്. എന്നോടാണ് ചോദിക്കുന്നത്. അച്ഛനെ വിടാം, ശരിയായി തരും. ബാക്കി വീട് കാണാം. മുൻപ് കൊലപാതക കേസൊക്കെ തെളിയിച്ചിട്ടുണ്ടോ? അന്വേഷിച്ച എല്ലാ കേസുകളും തെളിയിച്ചിട്ടുണ്ട്. ഞാനും. വീടൊക്കെ കൊള്ളാം. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. നേരെ ഒരുപാട് വൈകി. ബാക്കി ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടോളാം കേട്ടോ. അഹങ്കാരി. ഉജ്വല, വീടിന്റെ കീ. ഇവിടെ രാവിലെ ഓടാൻ പറ്റിയ നല്ല സ്ഥലം വല്ലതും ഉണ്ടോ? കണ്ടോണ്ട് ആ വഴി ഓടിക്കും. പിന്നെ ഞാൻ ഓടിക്കും.